വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ എല്ലാവരും തന്നെ ഈ ഒരു ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കുറേ പ്രൊഡക്ട്സ് നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലേ. അതായത് നമ്മൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്യുന്ന മുതൽ ഡേ എൻഡ് ചെയ്യുന്ന വരെ നമ്മൾ ഇടയിൽ പല രീതിയിലുള്ള പ്രൊഡക്ട്സ് നമ്മൾ രാവിലെ ആണെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, ടോണർ യൂസ് ചെയ്യും, സൺസ്ക്രീൻ യൂസ് ചെയ്യും, നൈറ്റ് ആണെങ്കിൽ നൈറ്റ് ക്രീംസ്, അങ്ങനെ പല രീതിയിലുള്ള ക്രീംസുകളും പ്രൊഡക്ട്സുകളും നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാറുണ്ട്. അതെ, എന്നാൽ എത്ര പേര് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി ആ സ്കിൻ ടൈപ്പിന് മാച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ചേരുന്ന പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവരുണ്ട്? വളരെ കുറച്ചായിരിക്കും അല്ലേ. ഇപ്പോഴും അതെ, കുറേ പേർക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണ് എന്ന് പോലും അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. തോന്നിയ പ്രൊഡക്ട്സ്, മോയ്സ്ചറൈസർ, ഓക്കെ, ഏതെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നു, സൺസ്ക്രീൻ ഏതെങ്കിലും യൂസ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് അറിയില്ല എൻ്റെ ഫേസിന് പറ്റിയതാണോ, എൻ്റെ സ്കിൻ ടൈപ്പ് ഏതാന്ന് പോലും അറിയാതെയാണ് പലരും ഇത്തരം പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാത്തവർക്കും അത് മനസ്സിലാവാതെ പല രീതിയിലുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്ക് കാണാം. ബേസിക്കലി 3 ആയിട്ട് നമുക്ക് സ്കിൻ ടൈപ്പിനെ തരംതിരിക്കാം. ഡ്രൈ സ്കിൻ, ഓയിലി സ്കിൻ ആൻഡ് കോമ്പിനേഷൻ സ്കിൻ, ഇങ്ങനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. പിന്നെ വേറെ 2 കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിന്നും നോർമൽ സ്കിന്നും, ഇങ്ങനെയും നമുക്ക് ഒരു രണ്ട് കാറ്റഗറിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓയിലി സ്കിൻ ആണ്. ഓയിലി സ്കിൻ, ഇപ്പം എൻ്റെ സ്കിന്ന് ഓയിലി ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഫേസ് നല്ലപോലെ വാഷ് ചെയ്യുക. ക്ലീൻ ഫേസിൽ ഒരു പ്രൊഡക്ട്സും അപ്ലൈ ചെയ്യാണ്ട് കിടന്നുറങ്ങുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിന്ന് നിങ്ങൾ നോക്കുക കണ്ണാടി പോയിട്ട്. ഫേസ് ഫുള്ള് നിങ്ങൾക്ക് ഒരു ഓയിലി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഓയിലി സ്കിന്നാണ്. അതായത് മൂക്കിൻ്റെ ഇവിടെ എല്ലായിടത്തും നമുക്കൊരു ഭയങ്കര എണ്ണമയം നമുക്ക് ഫീൽ ചെയ്യും, അത് ഓയിലി സ്കിന്നാണ്. രാത്രി നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ രാവിലെയും ചെക്ക് ചെയ്യാം. രാവിലെ ഫേസ് വാഷ് ചെയ്യുക, എന്നിട്ടൊരു 1-2 hours നിങ്ങൾ ഫേസിൽ ഒന്നും തേക്കാണ്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഈ 2 hours നിങ്ങളുടെ ഫേസ് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്. നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നാണ്. ഓയിലി സ്കിന്നിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നിങ്ങൾ ഇപ്പോൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ഫേസ് ഭയങ്കര വലിഞ്ഞു മുറുകുന്ന പോലെ, ഒട്ടും ഓയിലി ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഫേസ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വെളുത്ത മുരി പോലെ. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിടക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നായിരുന്നു. അപ്പം എനിക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിൻ്റെ മൂക്കിൻ്റെ അവിടെയൊക്കെ ഫുൾ തൊലി ഇങ്ങനെ ഇളകി വരും, വെളുത്ത പൊടികൾ ഇവിടെ പിരികത്തിൻ്റെ അവിടെ, ഫേസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെളുത്ത പൊടികൾ, മുരിപോലെ ഉണ്ടാവുക, തൊലി പോവുക, ഇതൊക്കെ ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് വരിക. അടുത്ത കോമ്പിനേഷൻ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓയിലും അല്ല എന്നാൽ ഡ്രൈയും അല്ല. ചില ഭാഗങ്ങളിൽ ചെറുതായിട്ട് ഡ്രൈനെസ് ഉണ്ടാകും, ചില ഭാഗങ്ങളിൽ ഓയിലി ആയിട്ടുണ്ടാകും. ഇതാണ് സാധാരണ നമ്മൾ കോമ്പിനേഷൻ സ്കിന്നായിട്ട് പറയുക. അതായത് നമ്മുടെ ടീ സോൺ ഉണ്ടാകും. ടീ സോൺ എന്ന് നമ്മൾ പറയുന്നത് നെറ്റിയുടെ ഭാഗം, മൂക്കിൻ്റെ ഭാഗം, ഈ ഒരു ഭാഗം, ഇതാണ് ടീ സോൺ എന്ന് പറയുക. ഇത്രയും ഭാഗങ്ങൾ, അതായത് ഇപ്പോൾ ചിലപ്പോൾ നെറ്റിയുടെ ഭാഗവും മൂക്കിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് ഓയിലി ആയിട്ടുണ്ടാകും, എന്നാൽ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഡ്രൈ ആയിരിക്കും. ഇതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അതായത് മിക്സ് ഓഫ് ഓയിൽ സ്കിന്നും ഡ്രൈ സ്കിന്നും, ഇതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വേറെ 2 കാറ്റഗറിയും കൂടി ഉണ്ടെന്ന്. അതാണ് നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ. നോർമൽ സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് ഓയിലും ആയിരിക്കില്ല, അതേപോലെ തന്നെ ഡ്രൈയും ആയിരിക്കില്ല. ഇതിൻ്റെ 2ൻ്റെയും ഇടയിൽ പോകുന്ന ഒരു സ്കിൻ ടൈപ്പാണ്. ലാസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ സെൻസിറ്റീവ് സ്കിൻ ആണ്. സെൻസിറ്റീവ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ഫേസിൽ യൂസ് ചെയ്താലും നിങ്ങളുടെ ഫേസ് അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിൻ ആണ്. ചിലപ്പോൾ ചില പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ കുരുക്കൾ വരും, അല്ലെങ്കിൽ ഒരു അലർജി പോലെ വരും. ഒന്നും നമുക്ക് ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കുരുക്കൾ വരിക, അല്ലെങ്കിൽ റാഷസ് വരിക, പാടുകൾ വരിക, അങ്ങനെ എന്ത് യൂസ് ചെയ്താലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഫേസ് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് വാങ്ങി നിങ്ങൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ പറ്റിയും അല്ലെങ്കിൽ എന്തൊക്കെ സ്കിൻ ടൈപ്പിനെ എന്തൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.